ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. കഴിഞ്ഞ 30 വർഷത്തിനിടെ ഏറ്റവും മികച്ച പോളിംഗ് ആണ് കേരളത്തിൽ ഇത്തവണ നടന്നിരിക്കുന്നത്. പോളിംഗ് ശതമാനം വർദ്ധിച്ചത് വിജയസാധ്യത നൽകുന്നു എന്നാണ് മൂന്ന് മുന്നണികളും അവകാശപ്പെടുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജയപരാജയങ്ങളെക്കുറിച്ചുള്ള പുതിയ കണക്കുകൂട്ടലുകൾ ആരംഭിച്ചിരിക്കുകയാണ് മൂന്ന് മുന്നണികളും. ഇത്തവണ കേരളത്തിൽ രാഹുൽ തരംഗമാണ് എന്നും 17 സീറ്റുകളിൽ വിജയിക്കാൻ സാധിക്കുമെന്നാണ് UDF നേതൃത്വം അവകാശപ്പെടുന്നത്. അതേസമയം 6 സീറ്റുകളിൽ വിജയം ഉറപ്പാണ് എന്നും 8 സീറ്റുകളിൽ വരെ മുൻതൂക്കമുണ്ട് എന്നാണ് LDF നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. 2 സീറ്റുകളിൽ വിജയം ഉറപ്പിച്ചിരിക്കുകയാണ് എന്നും 5 സീറ്റുകളിൽ വരെ അത്ഭുത വിജയം സംഭവിക്കാമെന്നാണ് BJP നേതൃത്വം വിശ്വസിക്കുന്നത്. പതിവിൽ നിന്ന് വ്യത്യസ്തമായി ന്യൂനപക്ഷ വോട്ടുകളിലുണ്ടായ കനത്ത പോളിംഗ് UDFന്റെ പ്രതീക്ഷ വർദ്ധിപ്പിക്കുകയാണ്. വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് 3 ലക്ഷത്തിലേറെ ഭൂരിപക്ഷം ഉണ്ടാവുമെന്നാണ് UDF നേതൃത്വം കണക്കുകൂട്ടുന്നത്. കഴിഞ്ഞ 20 വർഷത്തിനിടെ ഉയർന്ന പോളിംഗ് ആണ് മണ്ഡലത്തിലുണ്ടായത്. ഇത് രാഹുലിന്റെ വരവ് യുവജനങ്ങളിലും സ്ത്രീകളിലും ഉണ്ടാക്കിയ ഉണർവ് കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധി വിജയിക്കുമെന്ന പ്രതീക്ഷയാണ് നൽകുന്നത്. തിരുവനന്തപുരത്ത് നഗരമേഖലകളിൽ BJP നേടുന്ന മേൽക്കൈ തീരമേഖലകളിലെ വോട്ടുകൾ കൊണ്ട് മറികടക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് വിശ്വസിക്കുന്നത്. തീരദേശ മേഖലകളിലെല്ലാം ഇത്തവണ വോട്ടിംഗ് ശതമാനം 75-ന് മുകളിലാണ്. വയനാട്, ഇടുക്കി, എറണാകുളം, മാവേലിക്കര, തൃശൂർ മണ്ഡലങ്ങളിൽ UDF വിജയിക്കുമെന്നാണ് അഭിപ്രായം. ഘടകകക്ഷികൾ മത്സരിച്ച മലപ്പുറം, പൊന്നാനി, കോട്ടയം എന്നിവിടങ്ങളിലും ജയം ഉറപ്പാണെന്നും കോൺഗ്രസ് വിലയിരുത്തുന്നു. ശക്തമായ മത്സരം നടന്ന വടകര, ആലത്തൂർ, ആലപ്പുഴ, കൊല്ലം, കോഴിക്കോട്, ചാലക്കുടി എന്നിവിടങ്ങളിൽ വലിയ ഭൂരിപക്ഷം നേടാനാവില്ലെങ്കിലും ജയിച്ചു കയറാൻ സാധിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷ. ഇടതുപക്ഷത്തിന് വലിയ മേൽക്കൈയുള്ള കാസർഗോഡ്, പാലക്കാട്, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിൽ ഒപ്പത്തിനൊപ്പമാണെന്നാണ് നേതൃത്വം വ്യക്തമാക്കുന്നത്. കാസർഗോഡ്, കണ്ണൂര്, വടകര, പാലക്കാട്, ആലത്തൂർ, ആലപ്പുഴ മണ്ഡലങ്ങളിൽ ഇടതുമുന്നണിക്ക് വിജയം ഉറപ്പാണെന്നാണ് നേതൃത്വം പറയുന്നത്. ആറ്റിങ്ങൽ, ഇടുക്കി, ചാലക്കുടി എന്നിവിടങ്ങളിൽ കടുത്ത മത്സരമാണെങ്കിലും മുൻതൂക്കം നേടാനാകുമെന്നും ഇടതുമുന്നണി നേതൃത്വം വിലയിരുത്തുന്നു. തിരുവനന്തപുരം, പത്തനംതിട്ട എന്നീ മണ്ഡലങ്ങളിൽ BJP നേടുമെന്നാണ് നേതൃത്വം അവകാശപ്പെടുന്നത്. സ്ത്രീ വോട്ടർമാർ കൂടുതലായി പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത് തങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നാണ് BJP കരുതുന്നത്. കാരണം ശബരിമല വിഷയം കൂടുതൽ സ്വാധീനിച്ചത് സ്ത്രീകളെയാണ് എന്നാണ് പാർട്ടി വിലയിരുത്തൽ. ഈ 2 മണ്ഡലങ്ങൾ കൂടാതെ തൃശൂരും കോട്ടയവും വിജയം പ്രതീക്ഷിക്കുന്നുണ്ട്. ശബരിമല വിഷയമാണ് കേരളത്തിൽ പോളിംഗ് ശതമാനം കൂടാൻ കാരണമെന്ന് BJP കരുതുന്നു. രാഹുൽ തരംഗമാണ് എന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. ഇടതുപക്ഷവും വലിയ പ്രതീക്ഷയിലാണ്. എന്തായാലും മലയാളികളുടെ മനസ്സ് ആർക്കൊപ്പമാണ് എന്ന് മെയ് 23-ന് അറിയാം. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.